മായാമയൂരം. രചന, അവതരണം ഋതു. ഞാനിത് എന്നതാ കർത്താവെ കേൾക്കുന്നത്? ഉള്ളതാണോ കൊച്ചെ? ഇതിപ്പോൾ എപ്പോൾ സംഭവിച്ചു? ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. അച്ചായ കേട്ടില്ലേ ഈ പറയുന്നത്? നിങ്ങൾ എന്താ മനുഷ്യ ഒന്നും മിണ്ടാതിരിക്കുന്നേ? സോഫയിൽ അവരോടൊക്കെ നോക്കി ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ആൻ്റണിയോട് ദേഷ്യത്തിൽ ത്രേസ്യാമ്മ ചോദിച്ചു. ഇതിൽ ഞാൻ എന്നതാ അഭിപ്രായം പറയേണ്ടത്? അവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാ. ഒരുമിച്ച് ജീവിക്കണമെന്ന് തോന്നിയ കൊണ്ടാണല്ലോ കല്യാണം കഴിച്ചത്. അതത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു വാക്ക് ഇവർക്ക് നമ്മോട് പറയായിരുന്നില്ലേ? ഇതെന്താ ആരെങ്കിലും എതിർക്കുമായിരുന്നോ? ആൽബി എനിക്ക് എൻ്റെ ആദത്തെ പോലെ തന്നെയാണ്. എന്നാലും ആരും അറിയാതെയൊക്കെ കെട്ട് നടത്തിയെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? ഓ, അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. കുറച്ച് കഴിഞ്ഞ് ഒരു ഫംഗ്ഷൻ നടത്തി എല്ലാവരെയും അറിയിക്കാം. ആൽബി അതിന് സമാധാനം കണ്ടു. മായ അപ്പോഴും അവൻ്റെ കൈക്കുള്ളിൽ തന്നെയായിരുന്നു. അവൾക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല, പ്രത്യേകിച്ച് തന്നെ നോക്കി ദഹിപ്പിക്കുന്ന 3 പേരുടെ. അപ്പോഴാണ് അലീന വാതിൽക്കൽ തറഞ്ഞു നിൽക്കുന്ന കാർത്തിയെ കണ്ടത്. ഈ വർത്തമാനത്തിനിടയിൽ അവൻ വന്നതൊന്നും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. കറുത്ത ഷർട്ടും ജീൻസും ധരിച്ച കാർത്തിയെ ആൽബിനും നോക്കി. ഇപ്പോൾ കേട്ട കാര്യങ്ങളൊന്നും അവൻ വിശ്വസിക്കാനായിട്ടില്ല എന്ന് മുഖൻ കണ്ടാലറിയാം. അച്ചുവും ചിത്രയും മായയെ കൂർപ്പിച്ചൊന്ന് നോക്കിയതിന് ശേഷം അവൻ്റെ അടുത്തേക്ക് നടന്നു. ശരിക്കും ഇവിടെ ഇപ്പം എന്താ നടന്നത്? സ്വപ്നത്തിൽ എന്ന പോലെ കാർത്തി ചോദിച്ചു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അച്ചു പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തതുപോലെ മറുപടി പറഞ്ഞു. നീ വാ, അവളെ നമ്മുടെ കയ്യിൽ കിട്ടും. വെട്ടി നുറുക്കി മട്ടൻ മപ്പാസാക്കാം. ചിത്ര അവൻ്റെ ബാഗ് കയ്യിലെടുത്തു. അലീന കാർത്തിയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. അപ്പോഴേക്കും ആദം റൂമിലേക്ക് കയറിപ്പോയിരുന്നു. അവനെ തൽക്കാലം ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ത്രേസ്യാമ്മ ഒന്നും ചോദിക്കാൻ നിന്നില്ല. കാർത്തി ആൽബിയുടെ അടുത്ത് വന്ന് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്ത് പരസ്പരം പരിചയപ്പെട്ടു. എന്നാലും ഇത് വല്ലാത്തൊരു ഷോക്കായി കേട്ടോ. ഇവളെപ്പോലൊരു മിണ്ടാപ്രാണി ആരും അറിയാതെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. പകുതി കളിയായും പകുതി കാര്യായും അവനത് പറഞ്ഞപ്പോൾ മായ കരഞ്ഞു പോയിരുന്നു. ഡീ, നീ കരയാൻ പറഞ്ഞതല്ല, പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു വിഷമം, അത്രേ ഉള്ളൂ. അവൻ അവളെ സമാധാനിപ്പിച്ചു. 4 പേരും മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടു. മായയും അവരുടെ കൂടെ പോകാൻ നിന്നു. എന്നാൽ ആൽബി തൻ്റെ കൈക്കുള്ളിൽ നിന്ന് അവളെ മോചിപ്പിച്ചില്ല. എങ്ങോട്ടേക്കാ ഈ ചാടിത്തുള്ളി? അത് അവരുടെ അടുത്തേക്ക്. ഇപ്പോൾ തൽക്കാലം അങ്ങോട്ട് പോണ്ട. വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. പിന്നെ ആവാം. അവർക്ക് എല്ലാം എന്നോട് ദേഷ്യം ഉണ്ടാവും. അവർ എന്നോട് മിണ്ടാതിരുന്ന സഹിക്കില്ല. ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്നും വേണ്ടാന്ന്. എല്ലാവരും എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? ആരും നിന്നെക്കുറിച്ചൊന്നും വിചാരിക്കില്ല. പിന്നെ ഇത് ആർക്കും അറിയില്ല എന്ന് വിചാരിക്കണ്ട. ദേ, അവിടെ ഇരിക്കുന്നു നിൻ്റെ പപ്പയ്ക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞതാ. അത് കേട്ട് അവൾ വാ പൊളിച്ചു നിന്നുപോയി. ആൻ്റണി മായയുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇവൻ എന്നോട് പറഞ്ഞിരുന്നു കാര്യം. എൻ്റെ മോള് വിഷമിക്കണ്ട. ആർക്കും ഇക്കാര്യത്തിൽ ഒരു ഇഷ്ടക്കേടും ഇല്ല. നന്നായി എന്നേ തോന്നിയുള്ളൂ. ആൽബിയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ മോക്കത് ബോധ്യമാവും. മായയുടെ കവിളിൽ പതിയെ തടവിക്കൊട്ട് ആൻ്റണി ചിരിച്ചു. അച്ചായ, ഇനി എന്തായാലും മായയെ ഞാൻ ഇവിടെ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കൂടെ കൊണ്ടുപോകുക. ഇത്ര പെട്ടെന്ന് എല്ലാവരും അറിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ എനിക്കത് പ്രശ്നമല്ല. ഇവളിനി എൻ്റെ കൂടെയാണ് നിൽക്കണ്ടേ. മായയുടെ ഷോൾഡറിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൻ ഉറപ്പോടെ പറഞ്ഞു. അവൾക്കാകെ പ്രയാസം തോന്നി. അച്ചുവിനോടും ചിത്രയോടും അലീനയോടും താൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണെന്ന് കൂടി അവർ അറിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഞാൻ ഇവിടെ നിന്നോട്ടെ. അവരൊക്കെ ഇവിടെയല്ലേ ഉള്ളത്. അവർക്ക് എന്ത് തോന്നും? പ്ലീസ്. അവളുടെ ശബ്ദം വല്ലാതെ നേർത്തു പോയിരുന്നു. തൻ്റെ ചോദ്യത്തിന് ഉത്തരം അവൾക്ക് കൃത്യമായി അറിയാമായിരുന്നു എങ്കിൽ പോലും വെറുതെ ഒന്ന് ചോദിച്ചു, അത്രയേ ഉള്ളൂ. അത് വേണ്ട. ഞാൻ എവിടെയാണോ അവിടെ നീയും വേണം. അതെനിക്ക് നിർബന്ധമാണ്. ഇപ്പോൾ ചെല്ല്. അവരോടൊക്കെ പറഞ്ഞിട്ട് വാ. ഞാനിവിടെ കാത്തിരിക്കും.
മായ പിന്നെ ഒന്നും എതിർക്കാൻ നിന്നില്ല. അവൾ വിറക്കുന്ന കാലുകളോടെ സ്റ്റെപ്പുകൾ കയറി റൂമിൻ്റെ വാതിലിനടുത്ത് നിന്നു. എല്ലാവരുടെയും ബഹളം കേൾക്കാം. അവൾ പതിയെ ഡോർ തുറന്നു. മായയെ കണ്ടതും അവരെല്ലാവരും നിശബ്ദരായി. കാർത്തി ബാൽക്കണിയിലേക്ക് പോയി. ചിത്രയും അച്ചുവും ഫോണിൽ നോക്കി മെഹന്തി ഡിസൈൻ സെലക്ട് ചെയ്യാൻ തുടങ്ങി. അലീനയാകട്ടെ മായയെ ദയനീയമായി നോക്കി. അച്ചു ഇടർച്ചയോടെ വിളിച്ചപ്പോൾ അവൾ മുഖമുയർത്തിയില്ല. അലീന, നിന്റെ കെട്ട് കഴിഞ്ഞ് നമ്മൾ മൂന്നാളും പോവും കേട്ടോ. അതിനിടയിൽ എന്തൊക്കെ കാണേണ്ടി വരുമെന്ന് ദൈവത്തിനറിയാം. ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിലായിരിക്കും കൊച്ചിനെ കൊണ്ട് വന്നു കയറുന്നത്. അതൊന്നും കാണാൻ നമ്മളില്ലേ? അപ്പോഴേക്കും മായ പൊട്ടിക്കരഞ്ഞിരുന്നു. അവൾ ചുമരും താങ്ങി നിലത്തേക്ക് ഊർന്നിരുന്നു. അത് കണ്ട് എല്ലാവർക്കും വിഷമം തോന്നി. അലീന ഓടി വന്ന് മായയെ താങ്ങിപ്പിടിച്ചു. കാർത്തി വന്ന് അച്ചുവിനെ നോക്കി പേടിപ്പിച്ചു. ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നെ നിർബന്ധിച്ചിട്ടാ. മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ ഒത്തിരി തവണ വേണ്ടാന്ന് പറഞ്ഞതാ. പക്ഷേ ഇച്ചായൻ കേട്ടില്ല. ആരും അറിയരുതെന്ന് പറഞ്ഞു. അതാ ഞാൻ. അല്ലാതെ മനഃപൂർവ്വം ഇതൊന്നും നിങ്ങളോട് മറച്ചു വെച്ചതല്ല. എന്നോട് ദേഷ്യപ്പെടല്ലേ. നിങ്ങളല്ലാതെ എനിക്ക് വേറെ ആരാ ഉള്ളത്? മായയുടെ വാക്കുകൾ കേട്ട് അച്ചുവും ചിത്രയും അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. എടി പോട്ടെ. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. അതാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ഞങ്ങളോടൊന്നും ഒരു വാക്ക് പോലും നിനക്ക് പറയാൻ തോന്നിയില്ലല്ലോ എന്നൊരു വേദന. അത് സാരമില്ല. എന്നാലും എന്തിനാ ആരും അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവാതെ. നിന്നോടൊന്ന് പറഞ്ഞില്ലേ? ചിത്രയുടെ ചോദ്യം കേട്ട് അവൾ ഇല്ലെന്ന് തലയാട്ടി. മതി ചോദ്യം ചെയ്യൽ. അവൾ കുറച്ച് സമാധാനം കൊടുക്ക്. എന്തെങ്കിലും കാര്യമില്ലാതെ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാർത്തി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. നീ വാ, ഇവിടെ ഇരിക്ക്. ഇല്ലടി, എനിക്ക് പോകണം. ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും എല്ലാവരുടെയും മുഖം മാടി. അല്ലെങ്കിലും നീ ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട. എന്തായാലും കെട്ട് കഴിഞ്ഞതല്ലേ. അപ്പോൾ ആൽബിച്ചൻ്റെ കൂടെ ചെല്ല്. എല്ലാ ദിവസവും നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവിടാൻ ഞാൻ പറയാം. ഇനി കല്യാണത്തിന് അധിക ദിവസമൊന്നും ഇല്ലല്ലോ. അലീന അങ്ങനെ പറഞ്ഞെങ്കിലും ആ തീരുമാനം 3 പേർക്കും ഇഷ്ടമായില്ല. എന്നാലും പിന്നെ അവരൊന്നും എതിർത്ത് പറഞ്ഞില്ല. തങ്ങളെക്കാളും അവളുടെ കാര്യത്തിൽ ആൽബിക്ക് തീരുമാനങ്ങളുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. മായയ്ക്ക് കാർത്തിയുടെ മുഖത്ത് നോക്കാൻ മടി തോന്നിയിരുന്നു. അവൻ വന്ന് കയറിയ ദിവസം തന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടായത് എന്ന തോന്നൽ നിറഞ്ഞു നിന്നു. അതറിഞ്ഞിട്ടാവണം അവൻ മുന്നോട്ട് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. നീ ധൈര്യമായിട്ടിരിക്കെ. നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ? നിനക്കെപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. പിന്നെന്താ, വാ താഴേക്ക് പോകാം. എന്താ നിങ്ങൾ വരുന്നില്ലേ? കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്ന അച്ചുവിനെയും ചിത്രയെയും നോക്കി കാർത്തി കണ്ണുരുട്ടി. എല്ലാവരും താഴേക്കിറങ്ങി. മായയെ ചേർത്ത് പിടിച്ചു വരുന്ന കാർത്തിയെ കണ്ട് ആൽബി സെറ്റിൽ നിന്ന് എഴുന്നേറ്റു. അവരുടെ അടുത്തേക്ക് ചെന്ന് ആൽബി മായയുടെ കയ്യിൽ പിടിച്ച് ചേർത്ത് നിർത്തി. ആൽബിച്ച, കെട്ട് കഴിയുന്നതുവരെ മായയെ എല്ലാ ദിവസവും ഇങ്ങ് കൊണ്ടുവരണം കേട്ടോ. ഇവളില്ലാതെ എന്തോ പോലെയാ. അലീന വേദനയോടെ അവൻ്റെ മുഖത്ത് നോക്കി. അതിനെന്താല്ലോ. അപ്പോൾ ശരി, ഞങ്ങൾ ഇറങ്ങുക. അതിനു മുമ്പ് എനിക്കൊരാളെ കാണാനുണ്ട്. അത്രയും പറഞ്ഞ് ആൽബി ആദമിൻ്റെ റൂമിലേക്ക് കയറി ചെന്നു. ഫോൺ നിലത്ത് പല കഷ്ണങ്ങളായി പൊട്ടിച്ചിതറിയിട്ടുണ്ട്. കട്ടിലിൽ മുഖം കുനിച്ചുകൊണ്ടിരിക്കുകയാണ് ആദം. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ പുറകോട്ട് നോക്കി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൻ്റെ മുഖം വലിഞ്ഞു കയറി. കണ്ണ് ദേഷ്യം കൊണ്ട് ചുവന്നു. പൊട്ടിയ ഫോൺ കഷ്ണങ്ങളെ അമർത്തി ചവിട്ടിക്കൊണ്ട് ആൽബി ആദത്തിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തു. ആദം എഴുന്നേറ്റ് എന്തോ പറയുന്നതിന് മുൻപ് തന്നെ അവൻ്റെ കോളറിന് പിടിച്ച് ശക്തിയിൽ ചുമരോട് ചേർത്തിരുന്നു ആൽബി. അവൻ്റെ കൈകൾ ഉടുത്തിരുന്ന മുണ്ടിൻ്റെ പുറകിലെ ഇടുപ്പിലേക്ക് നീണ്ടു. തൻ്റെ വയറിലായി എന്തോ അമരുന്നുവെന്ന് തോന്നിയ ആദം കൈകൊണ്ട് പരതി നോക്കി. അവൻ്റെ മുഖം വിളറി വെളുത്തു വന്നു. ദേ, ഇതങ്ങ് വലിച്ചു കാച്ചിയാലുണ്ടല്ലോ, നല്ല ജീവനം കൊണ്ട് മോൻ അമേരിക്കയിലേക്ക് പോകില്ല. ഇനി നിൻ്റെ കൈ എൻ്റെ പെണ്ണിൻ്റെ നേർക്ക് ഉയരില്ല, നിൻ്റെ കണ്ണും. അങ്ങനെ ഉണ്ടായാൽ വെട്ടി നുറുക്കി പട്ടികൾക്ക് ഇട്ടുകൊടുക്കും ഞാൻ. മനസ്സിലായോ മോനെ?
അതും പറഞ്ഞ് റിവോൾവർ പുറകിലെ മുണ്ടിൻ്റെ മടക്കിൽ തിരുകിക്കൊണ്ട് ആദത്തെ സൂക്ഷിച്ചു നോക്കി. ആൽബിയിൽ അതുവരെ കണ്ട ഭാവമായിരുന്നില്ല എന്ന് ഞെട്ടലോടെ അവൻ തിരിച്ചറിഞ്ഞു. ആ മുഖത്ത് നോക്കാനുള്ള ശക്തിയില്ലാതെ അവൻ്റെ തല കുനിഞ്ഞു. ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ കലി അടക്കാനായി ആദം കണ്ണുകൾ ഇറുക്കി അടച്ചു. ഈ അപമാനം ഒരിക്കലും മറക്കില്ലെന്ന് മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു.